നമസ്കാരം. മലയാളത്തിന് ഒരുപിടി മികച്ച സിനിമകൾ സമ്മാനിച്ച സംവിധായകനാണ് സിബി മലയിൽ. മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിൽ സംവിധാന സഹായിയായിട്ടായിരുന്നു സിബി മലയിൽ അരങ്ങേറ്റം കുറിക്കുന്നത്. 1985 സ്വതന്ത്ര സംവിധായകനായി മാറി ആദ്യ സിനിമ തിയേറ്ററുകളിലേക്ക് എത്തുന്നത്. സിനിമ മുത്താരം കുന്ന്, PO, പിന്നീട് 37 വർഷത്തിനിടയിൽ എന്നും ഓർത്തിരിക്കുന്ന നിരവധി സിനിമകൾ പ്രേക്ഷകർക്ക് സമ്മാനിക്കുകയും നിരവധി പുരസ്കാരങ്ങൾ നേടുകയും ചെയ്തു. 39 വർഷത്തെ സിനിമാ ജീവിതത്തിനിടെ സിബി മലയിൽ സംവിധാനം ചെയ്തതിൽ ഏറ്റവും ജനപ്രീതിയുള്ളതും ഇന്നും പ്രേക്ഷകർ ആവർത്തിച്ച് കാണാൻ ഇഷ്ടപ്പെടുന്നതുമായ നിരവധി സിനിമകളുണ്ട്. മുത്താരംകുന്ന് PO എന്ന സിനിമ ചെയ്തുകൊണ്ട് അരങ്ങേറ്റം കുറിച്ച ശേഷം പിന്നീട് ഇതുവരെ 40ഓളം ചിത്രങ്ങളാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത്. മലയാളത്തിലെ ഹിറ്റ് ചിത്രങ്ങളുടെ പട്ടികയെടുത്താൽ സിബിയുടേതായി നിരവധി ചിത്രങ്ങൾ അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. സിനിമയിൽ 40 വർഷങ്ങൾ തികച്ചിരിക്കുകയാണ് അദ്ദേഹം. അടുത്തിടെ അദ്ദേഹം 40 വർഷം സിനിമയിൽ തികച്ചതിന്റെ ആഘോഷ പരിപാടികൾ ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ ആഘോഷ പരിപാടിക്കിടെ ദിലീപ് അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞ വാക്കുകളാണ് ശ്രദ്ധ നേടുന്നത്. മലയാള സിനിമയിൽ നർമ്മം വളരെയധികം ആസ്വദിക്കുന്ന സംവിധായകനാണ് അദ്ദേഹമെന്ന് ദിലീപ് പറഞ്ഞു. ഇതിനിടെ നടി ഉർവശിയും ദിലീപും സംവിധായകനെ കുറിച്ച് നടത്തിയ അഭിപ്രായ പ്രകടനങ്ങൾ വേദിയിൽ ചിരി പടർത്തിയിരുന്നു. സിബിയെക്കുറിച്ച് ദിലീപിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: സിബി മലയിൽ എന്ന സംവിധായകന്റെ ഒരുപാട് പടങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തെ നേരിട്ട് അന്ന് കണ്ടിരുന്നില്ല. അങ്ങനെ സാഗരം സാക്ഷി എന്ന അദ്ദേഹത്തിന്റെ സിനിമയുടെ സമയത്താണ് നമ്മൾ തമ്മിലുള്ള പരിചയത്തിന്റെ പുറത്ത് സുന്ദർജി എനിക്ക് അതിൽ ഒരു ചെറിയ വേഷം തരുന്നത്. സുന്ദർജി അപ്പോൾ സിബി സാറിന്റെ അസോസിയേറ്റ് ആണ്. ഞാൻ ആ സിനിമയിൽ 2 സീനിൽ അഭിനയിച്ചിരുന്നു. എന്നാൽ പടം വന്നപ്പോൾ ഒരു ഷോട്ടിലായിരുന്നു. കൂട്ടുകാരുമൊക്കെയായി സിനിമ കാണാൻ പോയെങ്കിലും ഞാൻ ഉണ്ടായിരുന്നില്ല. അതിനവർ കളിയാക്കി. പിന്നീട് സിബി സാറിന്റെ 3 സിനിമകളിൽ എനിക്ക് അഭിനയിക്കാൻ അവസരം ലഭിച്ചു. ഇവിടെ പലരും പറയുകയുണ്ടായി സിബി സാർ ഭയങ്കര ദേഷ്യമാണ്, ചിരിക്കില്ലെന്നൊക്കെ. ഞാൻ അതിനെ എതിർക്കും. കാരണം എനിക്ക് തോന്നുന്നത് അദ്ദേഹം ചിരിക്കാതിരുന്നത് പ്രഗത്ഭരായ സംവിധായകരൊക്കെ തലയിൽ കയറി ഇരിക്കാതിരിക്കാനാണ്. കാരണം ജോസേട്ടനെ പോലെയുള്ള ആളുകളെയൊക്കെ നിയന്ത്രിക്കണമെങ്കിൽ ചിരിക്കാതിരിക്കണം, ഇല്ലെങ്കിൽ അവരൊക്കെ തോളത്ത് കൈയിട്ട് തലയിൽ കയറിയിരിക്കണം. ഞാൻ അറിയുന്ന സിബി സാർ മാറി നിന്ന് ചിരിക്കുന്നുണ്ടാകും. കാരണം ഞാൻ സാറിന്റെ കൂടെ അഭിനയിക്കുന്ന സമയത്ത് അദ്ദേഹം എല്ലാ തമാശകളും ആസ്വദിക്കും. അങ്ങനെ തമാശ ആസ്വദിക്കുന്ന, നർമ്മത്തിന്റെ പൾസ് അറിയുന്ന സംവിധായകനാണ് സിബി സാർ. കാരണം ഇഷ്ടത്തിന്റെ സമയത്ത് എന്ത് തമാശ തോന്നിയാലും സംസാരിക്കും. ഉർവശി ചേച്ചി പറഞ്ഞത് പോലൊരു ഭയം നമുക്കും ആദ്യം ഉണ്ടായിരുന്നു. അത് സ്നേഹം കൊണ്ടും ബഹുമാനം കൊണ്ടും ഭയം കൊണ്ടുമാണ് ദിലീപ് പറഞ്ഞു. ഇതിനിടയിൽ ഉർവശി ഇടപെട്ട് ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചതെന്നും ആഘോഷങ്ങളിൽ അമിതമായ സന്തോഷങ്ങൾ പ്രകടിപ്പിക്കാറില്ലെന്നാണ് പറഞ്ഞത്, അല്ലാതെ ജനറലൈസ് ചെയ്യരുത് എന്നും ഉർവശി പറഞ്ഞു. ഇതോടെ നമ്മൾ തമ്മിൽ അടി വേണ്ടെന്ന് ദിലീപ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഭയങ്കര ആസ്വാദകനും സരസതയും ഉള്ള വ്യക്തിയാണ് സിബി സാർ എന്ന് ദിലീപ് പറഞ്ഞപ്പോൾ അത് ശരിയാണെന്ന് ഉർവശിയും സമ്മതിച്ചു. സിബി മലയിലിന് മുൻപിൽ മറ്റൊരു അഭ്യർത്ഥനയും ദിലീപ് വെച്ചു. ഈ വേദിയിൽ വെച്ച് അദ്ദേഹത്തോട് പറയാനുള്ളത്, സാറിന്റെ സിനിമയിൽ ഏറ്റവും നല്ല കഥാപാത്രങ്ങൾ ലാലേട്ടനും മമ്മൂക്കയ്ക്കും സുരേഷേട്ടനും എനിക്കുമൊക്കെ കിട്ടിയിട്ടുണ്ട്. സാറിന്റെ സിനിമയിൽ അഭിനയിച്ച താരങ്ങളെ മാത്രം വെച്ച് സാർ ഇനിയും ഒരു ഗംഭീര സിനിമ ചെയ്യണം. കാരണം മലയാള സിനിമയിൽ ഒഴിവാക്കാൻ പറ്റാത്തൊരു സംവിധായകനാണ് സിബി മലയിൽ. ഉർവശി ചേച്ചി പറഞ്ഞതുപോലെ എല്ലാ ഇമോഷനുകളും അദ്ദേഹം നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കും എന്നാണ് ദിലീപ് പറഞ്ഞത്. കേരളത്തിലെ ഏതൊരു സിനിമാ പ്രേമിക്കും അറിയുന്ന കഥയാണ് ദിലീപിന്റെ യാത്ര. 56-കാരനായ ദിലീപിന്റെ സിനിമ യാത്ര അത്ര സുഖമുള്ളതായിരുന്നില്ല. അവസരത്തിന് വേണ്ടി അത്രയും അലഞ്ഞ നടന്മാരിൽ ഒരാൾ കൂടിയാണ് ദിലീപ്. മുൻപ് പലവട്ടം ദിലീപിന്റെ കരിയർ ജേണി വൈറലായിട്ടുണ്ട്. ഗോപാലകൃഷ്ണൻ പത്മനാഭൻ പിള്ള എന്നാണ് ദിലീപിന്റെ ശരിയായ പേര്. 1967 എറണാകുളം ജില്ലയിലെ എടവനക്കാട് ജനിച്ച ദിലീപ് എറണാകുളം മഹാരാജാസിൽ നിന്നും ചരിത്രത്തിൽ ബിരുദം നേടിയ താരമാണ്. മിമിക്രി ആർട്ടിസ്റ്റ്, നടൻ, ഗായകൻ, നിർമ്മാതാവ്, സഹസംവിധായകൻ, ബിസിനസ്മാൻ, സാമൂഹ്യ പ്രവർത്തകൻ എന്നീ നിലയിലെല്ലാം പ്രശസ്തനാണ്. ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ നിറയുന്നത് പിടക്കോഴി കൂവുന്ന നൂറ്റാണ്ട് എന്ന സിനിമയിൽ ദിലീപ് എത്താനുണ്ടായ സാഹചര്യത്തെക്കുറിച്ചാണ്. സംവിധായകൻ വിജയ് തമ്പി സംസാരിക്കുന്ന വീഡിയോയാണ് വൈറലായി മാറുന്നത്. പിടക്കോഴി കൂവുന്ന നൂറ്റാണ്ട് സിനിമയിൽ അഭിനയിക്കാൻ ദിലീപിന് അവസരം നൽകുന്നത് ഉർവശിയാണെന്നാണ് വിജയ് തമ്പി പറയുന്നത്. മിമിക്രി ഒക്കെ ചെയ്യുന്ന ഒരു പയ്യനുണ്ട്, ആലുവക്കാരനാണ് എന്നും പറഞ്ഞാണ് ഉർവശി ദിലീപിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അങ്ങനെ ഉർവശിയുടെ നിർദ്ദേശപ്രകാരമാണ് ആ സിനിമയിൽ ദിലീപ് എത്തുന്നത്. ലൊക്കേഷനിലെത്തിയ ദിലീപ് അവിടെയുള്ളവരെ എല്ലാം ചിരിപ്പിക്കാൻ പ്രത്യേകം സമയം കണ്ടെത്തിയിരുന്നു. ദിലീപിന്റെ മിമിക്രി ഏറെ ആസ്വദിക്കുന്ന ഉർവശി ഇടയ്ക്കിടെ ദിലീപിനെ കൊണ്ട് മിമിക്രി ചെയ്യിപ്പിക്കുമായിരുന്നു. ജനാർദ്ദനെയും ഇന്നസെന്റിനെയും ഒക്കെ അസാധാരണമായി അവതരിപ്പിക്കുന്ന ദിലീപ് എല്ലാവരുടെയും മനസ്സിൽ വളരെ വേഗമാണ് കയറിക്കൂടിയത്. ചെറിയ ചെറിയ അവസരങ്ങൾ ചെയ്തു വന്നിരുന്ന ദിലീപിന് ഈ സിനിമയിൽ ഉർവശി അവസരം കൊടുത്തതോടെയാണ് താരത്തെ കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്നത്. ദിലീപിന്റെ സിനിമാ ജീവിതത്തിൽ വഴിത്തിരിവായിരുന്നു ഉർവശി നിർമ്മാണവും നിർവഹിച്ച ഈ സിനിമ. ഈ സിനിമയിൽ അഭിനയത്തിലൂടെയാണ് ഉർവശിയും മനോജ് കെ ജയനും പ്രണയത്തിലാകുന്നതെന്നും താരം പറയുന്നുണ്ട്. ആ സിനിമ കഴിഞ്ഞ പാടെ ഉർവശിയും മനോജ് കെ ജയനും വിവാഹം കഴിച്ചുവെന്നും വിജയ് തമ്പി പറഞ്ഞു. മാത്രമല്ല, സിനിമയിൽ അഭിനയിക്കാൻ എത്തിയ ദിലീപിന് ആകെ കിട്ടിയ 3000 രൂപയുടെ കഥയും ആ 3000 രൂപ കിട്ടിയപ്പോൾ ദിലീപ് പറഞ്ഞ പ്രതികരണവും എല്ലാം വിജയ് തമ്പി പറയുന്നുണ്ട്. ആകെ കിട്ടിയത് 3000 രൂപയാണെന്നും അതുകൊണ്ട് ഒന്നും ആകില്ലെന്ന് സങ്കടം പറഞ്ഞ ദിലീപിന് പിന്നീട് ഉർവശിയുടെ ഇടപെടലിലൂടെയാണ് കൂടുതൽ പ്രതിഫലം കിട്ടുന്നത്. അങ്ങനെ വളരെ ഹാപ്പി ആയിട്ടാണ് ആ സിനിമ ലൊക്കേഷനിൽ നിന്നും ദിലീപ് പോയതെന്നും വിജയ് തമ്പി പറയുന്നുണ്ട്. അതേസമയം അന്ന് 3000 രൂപയ്ക്ക് കൈനീട്ടിയ ആ കുട്ടിപ്പയ്യനാണ് പിന്നീട് കോടികളുടെ വരുമാനമുള്ള നടനായും ബിസിനസ് മാഗ്നറ്റായും മാറിയതെന്നാണ് സിനിമാ പ്രേമികളുടെ ഇടയിലെ സംസാരം. സിബി മലയിലെ കാര്യം പറയുമ്പോഴും ദിലീപിന്റെ കാര്യം പറയുമ്പോഴും മറ്റൊരാളെ നമുക്ക് ഉപേക്ഷിക്കാൻ കഴിയില്ല. അത് മഞ്ജു വാര്യർ തന്നെയാണ്.
മഞ്ജു വാര്യരെ കുറിച്ച് സിബി മലയിൽ പറഞ്ഞ വാക്കുകളും ചർച്ചയാവുന്നുണ്ട്. അന്തരിച്ച പിതാവിനെ കുറിച്ച് വികാരഭരിതയായി മുമ്പൊരിക്കൽ മഞ്ജു വാര്യർ സംസാരിച്ചിട്ടുണ്ട്. ദിലീപുമായുള്ള മഞ്ജുവിന്റെ പ്രണയത്തെ ഏറ്റവും കൂടുതൽ എതിർത്തത് നടിയുടെ മാതാപിതാക്കളായിരുന്നു. ഇതേക്കുറിച്ച് സംവിധായകൻ സിബി മലയിൽ സംസാരിച്ചിട്ടുണ്ട്. പ്രണയവർണ്ണങ്ങൾ എന്ന സിനിമയെക്കുറിച്ച് സംസാരിക്കവെയാണ് സിബി മലയിൽ മഞ്ജുവിനെ കുറിച്ച് പരാമർശിച്ചത്. ലൊക്കേഷനിലാകെ മൊബൈൽ ഫോൺ ഉണ്ടായിരുന്നത് പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് രഞ്ജിത്തിന്റെ കയ്യിലാണ്. രഞ്ജിത്ത് ഇടയ്ക്കിടെ ഫോൺ മഞ്ജുവിന്റെ കയ്യിൽ കൊടുക്കുന്നത് ഞാൻ കാണുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, മഞ്ജുവിനെ ദിലീപ് വിളിക്കുമ്പോൾ രഞ്ജിത്ത് ഫോൺ കൊണ്ട് കൊടുക്കുന്നതാണ്. അവർ തമ്മിലുള്ള പ്രണയം മുന്നോട്ട് പോകുന്ന ഘട്ടമാണത്. ഫോൺ രഞ്ജിത്തിന്റെ കയ്യിൽ മാത്രമായതിനാൽ രഞ്ജിത്തായിരുന്നു അവരുടെ കണക്റ്റിംഗ് ലിങ്ക്. ആ സമയത്തൊക്കെ മഞ്ജുവിന്റെ അമ്മ വല്ലാതെ ആശങ്കപ്പെട്ടിരുന്നു. കരിയറിന്റെ ഈ ഘട്ടത്തിൽ നിൽക്കുമ്പോഴുള്ള ആശങ്ക സാറൊന്ന് പറയണമെന്ന് എന്നോട് അവർ പറഞ്ഞിരുന്നു. അത് വളരെ പേഴ്സണലായ വിഷയമാണ്, അതിൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല. അതിനകത്ത് ഞാൻ ഇടപെടാൻ പാടില്ലെന്നാണ് അന്ന് താൻ പറഞ്ഞതെന്നും സിബി മലയിൽ വ്യക്തമാക്കി. ദിലീപ് മാളെ വിവാഹശേഷം മഞ്ജു വാര്യർ കരിയർ വിട്ടതിന്റെ നിരാശയും അന്ന് സിബി മലയിൽ തുറന്നു പറഞ്ഞിരുന്നു. പീക്കിൽ നിൽക്കുന്ന ആ കാലഘട്ടത്തിൽ തന്നെ മഞ്ജു സിനിമയിൽ തുടരണം, വലിയ ഉയരങ്ങളിലേക്ക് എത്തണം എന്നൊക്കെ എല്ലാ മലയാളികളെയും പോലെയും സഹപ്രവർത്തകരെയും പോലെയും ഞാനും ആഗ്രഹിച്ചതാണെന്ന് സിബി മലയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. സിബി മലയിലിന്റെ ഉസ്താദ് ഉൾപ്പെടെയുള്ള സിനിമകളിൽ നിന്നും മഞ്ജു വാര്യർ പിന്മാറാൻ കാരണം വിവാഹമായിരുന്നു. ദിലീപുമായുള്ള മഞ്ജുവിന്റെ പ്രണയത്തിൽ നടിയുടെ അച്ഛന് കടുത്ത എതിർപ്പുണ്ടായിരുന്നെന്ന് സംവിധായകൻ ലാൽ ജോസും നേരത്തെ പറഞ്ഞിട്ടുണ്ട്. മറവത്തൂർ കനം എന്ന തന്റെ സിനിമയിൽ മഞ്ജു അഭിനയിക്കാത്തതിന് കാരണം അച്ഛൻ വിലക്കിയതാണ്. ദിലീപും താനുമായുള്ള സൗഹൃദമാണ് അതിന് കാരണമായതെന്നും ലാൽ ജോസും മുമ്പൊരിക്കൽ പറഞ്ഞിട്ടുണ്ട്. കരിയറിലെ ഏറ്റവും മികച്ച സമയത്താണ് മഞ്ജു വാര്യർ ദിലീപിനെ വിവാഹം ചെയ്യുന്നതും സിനിമാരംഗം വിടുന്നതും. സംവിധായകരുടെ വാക്കുകൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവുകയാണ് ഇപ്പോൾ. ദിലീപുമായുള്ള ബന്ധത്തെ മാതാപിതാക്കൾ എതിർത്തപ്പോൾ മഞ്ജു അത് അനുസരിക്കേണ്ടതായിരുന്നുവെന്ന് പല ആരാധകരും കമന്റിലൂടെ പറയുന്നുണ്ട്. ദിലീപ് മാളെ വിവാഹത്തോടെ മകളുടെ കലാജീവിതം അവസാനിക്കുമെന്ന് മാതാപിതാക്കൾക്ക് അറിയാമായിരുന്നു. അവർ അന്ന് ആശങ്കപ്പെട്ടതിൽ കാര്യമുണ്ടെന്ന് പിന്നീട് കാലം തെളിയിച്ചെന്നും ആരാധകർ ചൂണ്ടിക്കാട്ടി. വീട്ടുകാരുടെ എതിർപ്പ് മറികടന്നാൽ ദിലീപിന് മഞ്ജു വിവാഹം ചെയ്തത്. വിവാഹശേഷം കുടുംബജീവിതത്തിലേക്ക് പൂർണ്ണ ശ്രദ്ധ നൽകിയെങ്കിലും നടിയെ നിരാശപ്പെടുത്തിയ സംഭവങ്ങളാണ് പിന്നീടുണ്ടായത്. കാവ്യമാധവനുമായുള്ള ദിലീപിന്റെ ബന്ധമറിഞ്ഞ മഞ്ജു വിവാഹമോചനം നേടിയെന്നാണ് സിനിമാ ലോകത്ത് പലരും പറയുന്നത്. അതിൽ തകർന്നുപോയ മഞ്ജുവിനെ ചേർത്ത് പിടിച്ചത് അച്ഛനും അമ്മയുമാണ്. ഇന്ന് ജീവിതത്തിൽ മറ്റൊരു ഘട്ടത്തിലാണ് മഞ്ജു വാര്യരുള്ളത്.